Hi guys! വെറും 10 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മാസ്ക് ക്രീമിൻ്റെ റെമഡിയാണ് ഞാൻ ഇവിടുന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആഴ്ചയിൽ 3 തവണയായിട്ട് ഇത് റൊട്ടീൻ പോലെ നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസിൽ ഒരു ചുളിവുകളോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. സ്കിൻ അത്രയും നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നല്ലൊരു ഗ്ലോയിങ് ഫീൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ക്രീം ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കി എടുത്തു നോക്കാം. ആദ്യം ഒരു ക്ലീൻ പാൻ എടുക്കാം. എന്നതിന് ശേഷം അതിനകത്തേക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്, നമ്മുടെ ഹണിയാണ്. ഹണി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ടീസ്പൂണല്ല, 3 ടേബിൾ സ്പൂണ്. ഈ ഒരു തേൻ ഒരുപാട് ബെനിഫിറ്റാണ് നമ്മുടെ സ്കിന്നിലേക്ക് തരുന്നത്. നല്ല രീതിക്ക് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു തേൻ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ലൈറ്റൻ ആവാനായിട്ടും ഈ ഒരു തേൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു തേന് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന നോർമലായിട്ടുള്ള കപ്പിൽ 1 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവ രണ്ടും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഈ ഒരു തേനും വാട്ടറും നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് ഫ്ലോർ ആണ് കേട്ടോ, നമ്മുടെ അരിപ്പൊടി. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ ഒരു അരിപ്പൊടിക്ക് പകരം നമുക്ക് അടുത്തത് എടുക്കാവുന്നത് കോൺഫ്ലോർ ആണ്, നമ്മുടെ ചോളമാവാണ് കേട്ടോ. അത് എടുത്തു കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഒരു റൈസ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 കാര്യങ്ങൾ കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. മിക്സ് ചെയ്ത് നമ്മളിത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഹീറ്റ് ചെയ്യുന്ന നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കിതങ്ങ് കുറുക്കി കൊണ്ടുവരാം കേട്ടോ. കണ്ടല്ലോ, ഈ രീതിക്ക് നമ്മൾ കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ്. അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ലൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്പം വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഫ്ലാക്സീഡ് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച് കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലാക്സീഡ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വെള്ളത്തിൽ നമ്മൾ നല്ല രീതിക്ക് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ അല്പാൽപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അല്പാൽപ്പായിട്ട് അങ്ങ് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫുൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ലും ഇതിനകത്തേക്ക് ഫൈനലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്, അല്പാൽപ്പായിട്ടാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി, നല്ലൊരു എന്താ പറയുക, ആ തൊടുമ്പോൾ തന്നെ നല്ലൊരു ഓയിൽമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കയ്യിലിങ്ങനെ തൊടുന്ന സമയത്ത് നല്ല അത്രയും സ്മൂത്തായിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിത് 1 മണിക്കൂർ വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരിക്കാനായിട്ട് കേട്ടോ. ഒരൊറ്റ മണിക്കൂർ നമ്മൾ ഫേസിൽ വയ്ക്കുക. അതും ഇച്ചിരി എടുത്ത് അപ്ലൈ ചെയ്യുന്നതല്ല, നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം ഇത് ഫേസ് ക്രീം മാസ്ക് ആണ്, അതുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ നിങ്ങൾ ഫേസിൽ വെച്ചതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. ഇനി പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്കാർ മാത്രം വാം വാട്ടറിൽ, അതായത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാനായിട്ട് നോക്കുക. അതെല്ലാം നോർമൽ ടു ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് പ്ലെയിൻ വാഷ് കൊടുത്താൽ മതി. സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും നല്ലൊരു ഫേസ് ജെല്ലോ അല്ലെങ്കിൽ ഫേസ് ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് മോയ്സ്ചർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളത് റൊട്ടീൻ പോലെ ആഴ്ചയിൽ 3 തവണ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഗൈസ്. ഞാൻ പറയുന്നു, വെറും 7 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലത്തെ ആ ഒരു മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നത് കേട്ടോ. വെറും 7 ദിവസം കൊണ്ട് അത്രയും നല്ലൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ പോകുന്നത്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും എനിക്ക് വേണ്ടി 1 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റും പറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് കേട്ടോ.